രോഗമുള്ളിടത്തേക്ക് കൈകൾ വെക്കുക. അഭിഷിക്തൻ പ്രാർത്ഥിക്കാൻ പോകുന്ന കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മേ, ലോകം മുഴുവനും ഇപ്പോഴും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, ഇവിടെ തീർത്ഥാടനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയായി നിന്ന് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും പൊൻകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അമ്മേ, മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുത്തിയതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ അതിനർത്ഥം മരുന്നിനെ സുഖപ്പെടുത്താനാവാത്ത രോഗങ്ങളുണ്ടെന്നാ. കർത്താവ് എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ നിമിഷങ്ങളിലെല്ലാം കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് വിശ്വാസം നൽകി, അവർക്കങ്ങ് വിശ്വസ്തത നൽകി. കർത്താവേ, നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണമെന്ന് കൽപ്പിച്ചയച്ചവനെ, അതിൻ്റെ പേരിലാണ് കർത്താവേ ഞങ്ങൾ ഇന്നും, നിൻ്റെ കൽപ്പനയുടെ പേരിലാണ് കർത്താവേ ഞങ്ങൾ കൈ ഉയർത്തി രോഗശാന്തി പ്രാർത്ഥന നടത്തുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവെ അബിമേലെക്കുകാരുമുള്ള യുദ്ധത്തിലെ മോസസ് കൈ ഉയർത്തിയപ്പോൾ ജോഷുവയുടെ സൈന്യം വിജയിച്ചതുപോലെ എന്നെല്ലാം നിന്റെ തിരുസന്നിധി ഞങ്ങൾ കൈ ഉയർത്തുന്നുവോ അന്നെല്ലാം ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന രോഗങ്ങൾ, പീഡകൾ, എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ, തടസ്സങ്ങൾ യേശു കർത്താവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് പിശാചുകൾ വിട്ടൊഴിഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പാടുക. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ യാത്രയിൽ തിരുകൃപ മതി. ഈ മരുയാത്രയതിൽ ഒരുമിച്ച് പാടുക. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി. ശക്തി പാടുക സ്നേഹത്തോടെ. നാഥാ നീ, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ, ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവനോടെ പരിശുദ്ധമാ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട വിശുദ്ധ മണ്ണിൽ നീ നിൽക്കുകയാണ്. 10,000-കണക്കിന് ആരാധനയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ആരാധന മധ്യ തന്നെയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന്. ഇന്നും ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ സാന്നിധ്യം നൽകുന്നുണ്ട്. എൻ്റെ ദൈവപൈതലേ, നിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണോ ഇവിടെ നീ കേട്ടത്, ഉടമ്പടിയിലൂടെ മനുഷ്യൻ കടന്നു ചെല്ലുന്ന എല്ലാ ദുരന്തമുഖത്തും നിന്നോടുകൂടി ദൈവത്തിന്റെ വാഗ്ദാനമായി നിന്റെ അമ്മയുണ്ട്. ശ്രുതികട്ടെ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്.
Take the bed of God. Hallelujah. Hallelujah, 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 hallelujah. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഒന്നും ചോദിക്കുകയില്ല. 6 നിയോഗങ്ങളില്ല, അസ്തമിച്ചു. 6 നിയോഗങ്ങൾ അസ്തമിക്കും അവിടെ വെച്ച്. ചോദിക്കണത് എന്താണ്? പരിശുദ്ധാത്മാവ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവസാനം വരുമ്പോൾ നിയോഗങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് കൊടുക്കണതിൻ്റെ കാര്യം. അവിടെ വെച്ച് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. നിയോഗം തന്നെ പ്രാർത്ഥിച്ചിരുന്ന് അത് നേടി പിന്നെ നിയോഗം വെച്ച് അത് നേടി അത് നിയോഗം വെച്ച് പിന്നെ നേടിയിരിക്കുമ്പോൾ ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. പിന്നെ നിയോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ചാകണ വരെ നിയോഗങ്ങളാവും. എന്താ കാര്യം? ദൈവം അത് ഉദ്ദേശിക്കണില്ല. ഈ വെള്ളം കുടിക്കണം, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13-14 തിരുവചനങ്ങൾ. യോഹന്നാൻ 4:13-14. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. പുതിയൊരു ആവശ്യം, പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആക്രാന്തം ഉണ്ടായിക്കൊണ്ടിരിക്കും, അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെന്താണ്? ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്കൊരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നും ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നെ വിശ്വസിക്കുന്ന അധരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ശ്രുതികട ഹല്ലേലൂയ, 7:37 യോഹന്നാൻ. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 7:37. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്താണ് ജീവജലത്തിന്റെ അരുവിയും? താഴെ പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കാതിരുന്നവര് സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞ്, തന്നിൽ വിശ്വസിക്കാനിരുന്നവര് സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ഹല്ലേലൂയ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ജീവജലത്തിനരുവിയായ നിറഞ്ഞ കവിയൊഴുകണമേ. ജീവജലത്തിനരുവിയായ നിറഞ്ഞ കവിയൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ്റെ അരുവിയായ നിറഞ്ഞ കവിയൊഴുകണമേ. ജീവജലത്തിൻ്റെ അരുവിയായ നിറഞ്ഞ കവിയൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധ്യാനം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് നൽകി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം നിങ്ങൾ വീണ്ടും കൂടണം. നിങ്ങൾ ധ്യാനിപ്പിക്കുമ്പോൾ ഞാനും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് നല്ല ചൈതന്യത്തോടെ ഈ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന ദൈവജനത്തോട് കാരുണ്യം കാണിക്കുന്നതാണ് ധ്യാനത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിലനിർത്തിക്കൊണ്ടിരുന്നാൽ അതിന് പറ്റുന്നൊരു ജീവിതം ജീവിക്കണമെന്നുള്ളതാണ് ഈ 6:13 എഫേസ്യൻസ് നമ്മൾ കണ്ടത്.
എങ്ങനെ പരിശുദ്ധാത്മ ഇപ്പം നടപടി എഫേസുസ് 4:30, തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവിനെ എങ്ങനെ വേദനിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മാവിനെ എങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കാം, പരിശുദ്ധാത്മ ജീവിക്കാം, അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ എഫേസ്യർ 6:13 പറയണത്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് പറയണത്. ഇതൊക്കെ ഹോംവർക്കുകളാണ്. ഉടമ്പടി എടുത്തവരെ വീട്ടിൽ പോയിട്ട് വീണ്ടും ഈ ധ്യാനം ഒന്നിൽ കൂടണം. പക്ഷെ ദൈവത്തിന് തോന്നണം നിങ്ങൾ ധ്യാനം കൂടുകയാണെന്ന്. അല്ല അച്ഛൻ പറഞ്ഞ് ധ്യാനം കൂടാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, ഞാൻ കൊച്ചി പോകുമെന്ന് പറയരുത്. നിങ്ങൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവമേഖലയിലേക്ക് വരുന്നു. ഇപ്പം എന്താ ഈ നമ്മുടെ ഇവനില്ലേ ജെറോമിയുടെ പ്രശ്നം എന്താ? ജെറോമി ഇങ്ങനെ മെറിറ്റിൽ മാത്രം സ്വന്തം കഴിവ്, സ്വന്തം വിദ്യാഭ്യാസം, സ്വന്തം സർട്ടിഫിക്കറ്റ്, സ്വന്തം പ്രൊമോഷൻ, അങ്ങനെ നല്ല പ്രൊഫൈൽ പെട്ടെന്ന് കൊച്ചു കാലം കൊണ്ട് തന്നെ വലിയ പ്രൊഫൈൽ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അയാൾ അതുകൊണ്ട് അയാൾക്ക് കുടുംബ പ്രാർത്ഥനയും പള്ളിക്ക് പോക്കുമൊക്കെ കുറഞ്ഞ് വന്ന് എന്താ മെറിറ്റിലാണ് അദ്ദേഹം ജീവിക്കണത്. മെറിറ്റിൽ ജീവിച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതെപ്പോഴും ഓർത്തേക്കണം. മെറിറ്റിൽ മാത്രം നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് സംരക്ഷണം പോകും. പക്ഷെ നമ്മൾ ഗ്രേസിലും ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിച്ചെന്നറിയാവോ? ഇയാൾ മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് ജെറോമിക്ക് എന്ത് പറ്റി? പെട്ടെന്ന് സോഫ്റ്റ്വെയർ എല്ലാം ചേഞ്ച് ആയി. സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓരോ പഴയ സംഭവമല്ലേ ഇപ്പോൾ എടുക്കണേ. ഇപ്പോൾ AI വന്നപ്പോൾ കമ്പ്യൂട്ടറുകാരുടെ എല്ലാവരുടെയും പണി പോയി. പലരുടെയും ഒരു 50% ആൾക്കാരുടെ പണി പോയി. അതാണ് ഇപ്പോൾ ആൾക്കാർ ഈ ഡിജിറ്റലി AI പഠിക്കാൻ പോണത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ പല ആൾക്കാരുടെയും പണി പോയി. ഏറ്റവും പണി കിട്ടിയ, ഏറ്റവും പ്രയാസം അനുഭവിച്ച IT മേഖലയിലാണ്. അങ്ങനെ ഈ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ പണി പോയ ആളാണ് ഇങ്ങേര്, നമ്മുടെ ജെറോമി എന്ന് പറഞ്ഞ ആൾ. അങ്ങേര് പണി പോയി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഷിഫ്റ്റൊക്കെ ഈ കുറേ ആൾക്കാർക്ക് കുറച്ച് ആൾക്കാരെ പിരിച്ചുവിടലായി. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചേഞ്ച് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ്? അവരുടെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി, അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്യണ ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പുതിയ തലമുറ കയറി വന്നു. അതാണ്. അപ്പം ത്രട്ടിങ് ആയില്ലേ? അയാൾ ഒരാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ വേണ്ടി AIയുടെ പുതിയ ആൾക്കാർ കയറി വന്നു. അപ്പോൾ ഇയാൾക്ക് ആക്രിപ്പണിയായി അതിൻ്റെ അകത്ത്. അപ്പോൾ പഴയ സെറ്റപ്പ് എല്ലാം പോയി. പണ്ട് വൈറ്റ് കോളറൊക്കെ ഇട്ട് നല്ല ശമ്പളമൊക്കെ മേടിച്ച് കഴിയുമ്പോൾ കമ്പനിക്ക് വേണമെന്നില്ല, വേണേ നിൽക്കുക അല്ലേ പോ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റല്ലേ എല്ലാം. തട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ വല്ലാത്ത തട്ട് കിട്ടി. അതുകൊണ്ടാണ് എപ്പോഴും നിങ്ങൾ പറയണത്, എപ്പോഴും നമ്മൾ മെറിറ്റിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണ്. എങ്ങാനും തട്ടുകേട് വന്നാൽ തന്നെ നമ്മളെ താങ്ങാൻ കർത്താവിൻ്റെ കൈകളുണ്ടാവും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ഒരു വാഗ്ദാനങ്ങളിലാണ് പോണത്. കാര്യം നിനക്ക് ലോകത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും തട്ടുകേടുണ്ടായാലും കമ്പനിയുടെ നിയമങ്ങൾ മാറാം, ലോകത്തിൻ്റെ എൻജിനീയറിങ് ഇപ്പോഴുള്ള കറണ്ടായിട്ടുള്ള ടെക്നിക്സൊക്കെ എല്ലാം മാറാം, ടെക്നോളജി ചേഞ്ച് ചെയ്യാം. അപ്പോൾ കമ്പനി നിന്നെ പുറത്താക്കും. പക്ഷേ ഒരു അഷ്വറൻസ് നമുക്കുണ്ട്. എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. കമ്പനി മാറിയാലും ടെക്നോളജി മാറിയാലും ഞാൻ മാറത്തില്ല, ഞാൻ നിന്നെ തങ്ങും. ടേക്ക് ദ വിടപ്പോട്ട്. ശ്രുതികട ഹല്ലേലൂയ, നീ വരൂ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വാഗ്ദാനമാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാഗ്ദാനമാണ്. കമ്പനി നിന്നെ ഉപേക്ഷിക്കാം. ചിലപ്പോൾ നിൻ്റെ വിദ്യാഭ്യാസം അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിന്നേക്കാൾ മുകളിൽ വേറെ ആൾക്കാർ വരികയും അവരെ കമ്പനി അക്കോമഡേറ്റ് ചെയ്യുകയും നിന്നെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ റിജക്ഷൻ വന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എന്ത് കാരണം വന്നാലും ഈ വചനം വായിച്ചാൽ ഇരുന്ന് കരഞ്ഞു പോകും നമ്മൾ. അതിന് മാതാവിനോട് ഒരു ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2 തുള്ളി തൈലവും ഒരു ഉപ്പും തേനും കൊറിയറായിട്ട്, ചെങ്ങന്നൂർ അവരുടെ വീട്, കൊറിയറായിട്ട് അയച്ചു കൊടുത്തു. പിന്നത്തെ സ്കാനിൽ പറഞ്ഞായിരുന്നു അവൾക്ക് വീണ്ടും ട്യൂമർ വരുവാണ്, തലയിൽ ട്യൂമർ, ബാംഗ്ലൂർ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുകയും അവർ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പിന്നത്തെ സ്കാനിങ്ങിൽ ആ ട്യൂമർ അവിടെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നത്തേത് എൻ്റെ അച്ചായൻ വിശ്വാസത്തിലേക്ക് വന്നതാണ്. അച്ചായൻ വിശ്വാസത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. പള്ളി പോണത് അത്യാവശ്യം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ പള്ളി പോവുകയുള്ളായിരുന്നു. പ്രാർത്ഥിക്കും, ബൈബിള് വായിക്കുകയേ ഇല്ലായിരുന്നു. പക്ഷേ അച്ചായനും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു. അരമണിക്കൂർ അച്ചായൻ ബൈബിൾ വായിക്കും. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പള്ളിയിൽ പോവും. അങ്ങനെ അച്ചായനും വിശ്വാസത്തിലേക്ക് വന്നു. ഇത്രയൊക്കെ തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ മോള് റിയ, ഹസ്ബൻഡ് സുബീഷ്, ഇത് എൻ്റെ മോൻ റൈഷ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം ഒരു 18-20 വർഷത്തോളമുള്ള സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാനിവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പക്ഷെ ഞാനെല്ലാം ചുരുക്കി പറയാം. ആദ്യമേ തന്നെ എൻ്റെ +2 സമയത്ത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സാം സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീസസിനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നല്ലൊരു മാർക്കോട് കൂടി, അത്ഭുതകരമായ മാർക്കോട് കൂടി ഞാനത് പാസ്സായി. അത് എനിക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ടും ഭയങ്കര അത്ഭുതമായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മാരേജ് കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടായത് അബോർഷനായി, സെക്കൻഡ് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി, അത് അബോർഷനായി. അങ്ങനെ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്, പല ഡോക്ടേഴ്സിനെയും കണ്ട് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പല ചെക്കപ്പുകളും നടത്തിയെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഹസ്ബൻഡിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉണ്ടാകുന്ന കുട്ടിക്ക് ഗ്രോത്ത് ഇല്ലാതെ അബോർട്ടായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇനിയെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഫാമിലിയായിട്ട് എബ്രോഡ് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എനിക്ക് റെഗുലറായ പീരീഡ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് 1 വർഷത്തോളം പിന്നെ പീരീഡും ആകാത്ത ഒരവസ്ഥയിലായിട്ടായി. അപ്പം മാനസികമായിട്ട് നല്ല രീതിയിൽ ഞാൻ ഡൗണായി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പള്ളി ഉണ്ടെന്നും 3 നിയോഗങ്ങൾ വെച്ച് 9 ആഴ്ച പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോവുകയും ആദ്യമായിട്ട് പള്ളിയിൽ പോവുകയും 3 നിയോഗങ്ങളിൽ ഒന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാകുക എന്നായിരുന്നു. അപ്പം അവിടെ പോയി ഏകദേശം 9 ആഴ്ച മുടങ്ങാതെ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് 1 വർഷത്തോളം എനിക്ക് പീരീഡ്സ് ആകാതിരുന്ന എനിക്ക് അതിൻ്റെ അടുത്ത മാസം എനിക്ക് പീരീഡ്സ് ആവുകയും അതോടുകൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ എനിക്കൊരു കുട്ടിയെ ലഭിച്ചു. ഇപ്പോൾ 12 വയസ്സുണ്ട്. അതാണ് എൻ്റെ മകള്, ഈ റിയ എന്ന് പറയുന്നത് മകള്. അതിനുശേഷം എനിക്ക് പിന്നെ ഈ ഫസ്റ്റ് അബോർഷനായ സമയത്ത് DNC ചെയ്തിട്ടുണ്ടായിരുന്നു. DNC ചെയ്ത സമയത്ത് ശാരീരികമായിട്ട് അന്ന് തൊട്ടേ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഷോൾഡർ പെയിൻ, ചെസ്റ്റിൻ്റെ ഭാഗം, ബോൺസ് എല്ലാം നല്ല വേദനയായിരുന്നു, എല്ലുകളുള്ള ഭാഗം എല്ലാം നല്ല പെയിനായിട്ട് മാറി. ലാസ്റ്റ് ഏകദേശം ഒരു 4 വർഷം മോളെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബോഡിയിലും പെയിനായി മാറി. അങ്ങനെ ഫുൾ ടൈം പെയിനാണ്. പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടും ഒരു ഓയിൽമെൻറ്റ് ഏതെങ്കിലും മെഡിസിൻസ് തരും, എന്നിട്ടും കൃത്യമായിട്ട് എന്താണ് ഒരു അസുഖമെന്ന് ആർക്കും അറിയില്ല. അവസാനമായപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോക്കൊക്കെ നിർത്തി മടുത്ത് അവസാനം ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നുന്നൊരവസ്ഥയിൽ മെൻ്റൽ ഡിപ്രഷനായി. കാരണം എനിക്കൊരു കുഞ്ഞ് പോലും ആയിട്ടില്ല.
ഇപ്പോൾ ഒരു ഡെലിവറിക്കൊക്കെ അതിന് വേണ്ടിയുള്ളൊരു ബോഡി അത്രത്തോളം ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ പോലും ഇല്ല. കാരണം പ്രസവത്തോടു കൂടി ഒരു പക്ഷേ എൻ്റെ നടു പോലും തളർന്നു പോകും എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ഈ ഒരു പള്ളിയിൽ പോയി 3 നിയോഗങ്ങളിൽ ഒന്ന് കുഞ്ഞുണ്ടാകുക എന്ന് പറഞ്ഞ് വെച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ബോഡിയുടെ പെയിൻ മാറണമെന്നും ആ ഒരു പ്രാർത്ഥന 9 ആഴ്ച മുടങ്ങാതെ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അടുത്ത മാസത്തിൽ ഒരു 7-8 ദിവസം കൊണ്ട് തന്നെ എൻ്റെ ബോഡിയിലെ ഫുൾ പെയിൻ മാറി. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പോകുന്നത് വിസിറ്റിംഗ് വിസയിലാണ് സാധാരണ പോയിക്കൊണ്ടിരുന്നത്. ഒരു ലാസ്റ്റ് ഞാൻ ഫാമിലി വിസ എടുത്ത് പോയതാണ്. പക്ഷേ അത് ഫാമിലി വിസ ആയിരുന്നില്ല എന്നുള്ളത് അവിടെ ചെന്ന് വിസ തീരുന്നതിന് ഒരാഴ്ച മുന്നെയാണ് അറിയുന്നത് ഹസ്ബൻഡ്. അത് ഒരാഴ്ച കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഫാമിലി വിസ ചേഞ്ച് ചെയ്ത് കിട്ടണമായിരുന്നു. പക്ഷേ നമുക്കവിടെ വലിയ ഹോൾഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സാധാരണ നമുക്ക് അറിയാമല്ലോ, ഒരു മാസം 2 മാസവും 1 വർഷമൊക്കെ ശ്രമിച്ചിട്ടായിരിക്കും പലർക്കും ഫാമിലി വിസ കിട്ടുക. ഒരാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഞാൻ നിയോഗത്തിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 3 ദിവസം മാത്രമേ പിന്നെ എനിക്ക് സമയമുള്ളൂ. ഒന്നുകിൽ എനിക്ക് നാട്ടിൽ പോവേണ്ടി വരും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയതിന് ശേഷം തിരിച്ചു വരിക. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് 3 ദിവസം മാത്രമുള്ള സമയത്ത് ഹസ്ബൻഡിന് അവിടെ ഷോപ്പായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഷോപ്പിലെ സ്പോൺസറിൻ്റെ ബ്രദർ ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് വരികയും ഹസ്ബൻഡിനെ കണ്ടിട്ട് വൈഫ് വന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് സാധാരണ രീതി ചോദിക്കുകയും, അപ്പോൾ ഇങ്ങനെ ഒരു പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു വിസയുടെ കാര്യം 3 ദിവസം കൂടെ ആകുമ്പോൾ തീരും, ഫാമിലി വിസ ആയിട്ടില്ല എന്ന് പറയും. പെട്ടെന്ന് തന്നെ പുള്ളി പറഞ്ഞു, നീ ആ പാസ്പോർട്ട് ഇങ്ങ് എടുത്തോളൂ, അത് ഞാൻ ശരിയാക്കി തരാം. പുള്ളിക്ക് പാസ്പോർട്ട് ഓഫീസിലും അല്ലാതെയൊക്കെ പല രീതിയിൽ പലരെയും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെ ഉണ്ട്. ആ പാസ്പോർട്ട് ഇങ്ങ് തരുമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകത്ത് വെച്ച് എൻ്റെ വിസ ശരിയാക്കി കൊണ്ടുവന്നു. 2 ദിവസം കൊണ്ടാണ് എൻ്റെ ഫാമിലി വിസ ശരിയായത്. ഞാൻ ഉടമ്പടി പുതുക്കിയത് ഡിസംബർ 31 ഈ കഴിഞ്ഞ വർഷം. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പം അത് കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്തില്ല. ബൈബിൾ വായനയില്ലായിരുന്നു, അതേപോലെ ഉപവാസം എടുക്കാറില്ല, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി 2ാമത് പുതുക്കിയതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് പ്രാർത്ഥനയുടെ സിസ്റ്റങ്ങൾ മാറ്റി ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. പ്രാർത്ഥന കറക്റ്റ് ടൈമിൽ ചെല്ലും, അതേപോലെ തന്നെ ബൈബിൾ വായിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ 2 വർഷമായി ഇസ്രായേലിന് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് തുടങ്ങിയിട്ട് എനിക്ക് പേപ്പർ വർക്കുകളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ UK നോക്കി, പോളണ്ട് നോക്കി, സ്ലോവാക്യ നോക്കി, 4 രാജ്യങ്ങൾ നോക്കി. 4 ഒരു കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു. എന്നിട്ട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഇസ്രായേലിന് പെട്ടെന്നൊരു വിസയുണ്ട്, നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പേപ്പർ വെച്ച് ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങി. എനിക്ക് മത്താഷ് വന്നു. എനിക്ക് വരുന്ന ആഴ്ചയോടുകൂടി ഇസ്രായേലിൽ കയറി പോകണം. അതെൻ്റെ 1ാമത്തെ ഞാൻ വെച്ച ഒരു ഇതാണ്. 2ാമത് വെച്ച എൻ്റെ പിള്ളേരുടെ പഠിത്തമാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. അവർ ബിലോ ആവറേജ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, വലുതായിട്ട് പഠിക്കുകയൊന്നുമില്ലായിരുന്നു. കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം പിള്ളേർ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒരു കാര്യങ്ങളും പറയേണ്ട, അവർ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. എല്ലാ പ്രാർത്ഥനകൾക്കും കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് 2ാമത്തെ അനുഭവസാക്ഷ്യം കിട്ടി. പിന്നെ 3ാമതുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നമ്മൾ റബ്ബർ ഷീറ്റ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ആസിഡിൻ്റെ പൊടി വീണിട്ട് കൈ വെളുത്ത് വരുന്ന പാണ്ട് പോലെ വരുന്നൊരിതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ചല്ല, ഭയങ്കര വൃത്തികേടായിരുന്നു. അത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സാക്ഷ്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഈ ഉടമ്പടി ഞാൻ പുതുക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് എനിക്ക് മാറിക്കിട്ടി. 4ാമത് ഞാൻ വെച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ഒരു സിസ്റ്ററാണ്. സിസ്റ്റർക്ക് ബ്ലഡ് കോട്ടിങ് ആവുക. ബ്ലഡ് കോട്ടിങ് ടീച്ചറാണ്. എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറുടെ ബ്ലഡ് കോട്ടിങ് ആവുന്ന ഒരു അസുഖമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി 2ാമത് പുതുക്കാൻ വേണ്ടി വരുന്നത്. പുതുക്കാൻ വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞായിരുന്നു സിസ്റ്ററുടെ ഇതിന് ഞാനൊരു ഉടമ്പടി വെച്ചോളാം എന്ന് പറഞ്ഞു. ഉടമ്പടി ഞാൻ വെച്ചു. ഉടമ്പടിയിൽ വെച്ചിട്ട് സിസ്റ്റർക്ക് ഏതാണ്ട് 80% അസുഖങ്ങളും കുറഞ്ഞു. 80% എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരാഴ്ച പഠിപ്പിക്കുകയാണെങ്കിൽ അടുത്ത 2 മാസത്തിന് ലീവ് എടുക്കുന്ന ഇതായിരുന്നു, പ്രകൃതിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി സിസ്റ്റർ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ടാബ്ലറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 5ാമതുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
എൻ്റെ അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്തിനാ ഇവിടെ കൃപാസനത്തിൽ പോകുന്നത്? നമ്മുടെ പള്ളിയിലും മാതാവില്ലേ, അവിടുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴത്താണ് ഞാൻ ഈ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അമ്മ എന്ത് കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി തയ്യൽ എടുത്ത് നമ്മുടെ ജവമാലയൊക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി തയ്യൽ എടുത്തിട്ടാണ് നമ്മൾ നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന ചെല്ലേണ്ടത്. അന്നേരത്തിന് ഞാൻ അമ്മയുടെ നെറ്റിയിൽ ഇത് കുരിശ് വരച്ചു കൊടുത്തു. ഒന്നും പറഞ്ഞില്ല. ഇപ്പം എന്നേക്കാൾ വിശ്വാസത്തിൽ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിത് നടത്തി തന്ന പരിശുദ്ധ അമ്മയും തിരുക്കുമാരനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇസ്രായേലിന് പോകുന്നത് ഞാൻ പഠിച്ച ഏജൻസിയല്ല എന്നെ കൊണ്ടുപോകുന്നത്, വേറെ ഏജൻസിയാണ്. അതും എൻ്റെ അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി